കുടിച്ചാലൊന്നും നമുക്ക് ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ പഠിച്ചോന്നറിയല്ലോ. എന്റെ ജീവിതത്തിൽ കേട്ടോ ആദ്യത്തെ നോമ്പ് കുഴപ്പമൊന്നുമില്ലേ, ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ എണീറ്റാ പിന്നെ ഹലോ. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് നോമ്പ് എടുക്കാം കേട്ടോ. ഒന്ന് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. സൈഷാണ് എടുത്തിക്കോന്ന് എനിക്ക് അങ്ങോട്ട് എടുത്തിക്കാം. ഇതുവരെ എന്ന് വെച്ചാൽ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ എല്ലാരും വളർന്ന് റെഡി ആയിട്ടുണ്ട്. 2 ദിവസം ഇങ്ങനെ പറയുന്നത് അച്ഛ നോമ്പെടുക്കുക എല്ലാരെയും മുഖത്ത് കാണുന്നുണ്ടാവും. ഇപ്പൊ എണീക്കാൻ വിളിക്കണം, എന്തായാലും 4 മണി ആക്കി വിളിക്കുമ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞതിനെ കൊണ്ട് എല്ലാരും എണീച്ചിട്ടുണ്ട്. ദൈവമുണ്ട്. അപ്പോ ഞാൻ കുറച്ച് പത്തിരി ആട്ടോ ഉണ്ടാക്കി. എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ ഞാനൊരു ഫ്രണ്ടിനോട് ഇന്നലെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിച്ചോന്നാണ് രാവിലെ. അപ്പൊ രാവിലെ എന്ത് കഴിച്ചാലാന്ന് ഓക്കെ ആവാതൊന്നും അറിയാത്തതിനെ കൊണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ പത്തിരി ഉണ്ടാക്കിട്ടോ, കടലക്കറി. അപ്പൊ അത് കഴിക്കാന്ന് വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഇത് ദൈവത്തിന്റെ ഇതുകൊണ്ട് എത്ര മണി വരെ എത്തുന്നൊന്നും പറയാൻ പറ്റില്ല. വലിയ ഉഷാറിൽ ഇപ്പൊ എടുക്കുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോ ഇതൊരു ശീലമില്ലാത്തൊരു കാര്യമായതിനെ കൊണ്ട് തന്നെ. പക്ഷെ എന്താണെന്നറിയില്ല, അലാറം അടിച്ച് അപ്പം തന്നെ എണീച്ചിട്ട് മനസ്സിൽ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ട് അല്ലെ. അപ്പൊ നേരല്ല. അപ്പൊ 5 മണിയായി. 5 മണി ഇവരെ കഴിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്ര മണി വരെ എങ്ങനെ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വേഗം അങ്ങ് കഴിക്കാന്ന് വിചാരിച്ച്. കുറച്ച് ബാക്കിയാണ്, ഇതെല്ലാം ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം പിന്നെ ആക്കാം. എന്തായാലും ഞങ്ങള് എല്ലാ സപ്പോർട്ടും നിങ്ങളത് ഉണ്ടാകണം കേട്ടോ. അത് സപ്പോർട്ടല്ല വേണ്ടല്ലേ ചോദിക്കട്ടെ, നിങ്ങളെ സഹനശക്തി സഹനശക്തി തരണം. ദൈവത്തിനോട് പ്രാർത്ഥിക്കട്ടെ. അപ്പൊ നമ്മളെ എന്റെ ജീവിതത്തിൽ കേട്ടോ ആദ്യത്തെ നോമ്പ് മാസത്തെ കുഞ്ഞുവിനെയും ദേവുവിന്റെ അടുത്തേക്കോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓള് അങ്ങനത്തെ ലോക്ക് ഫ്രണ്ട്സുകളെ കൊണ്ട് ഒരു ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാ, ഇത്രയും വയസ്സിനടുത്ത് ഞാൻ ആദ്യമായിട്ടാ. സമയം രാവിലെ 5 മണി ആയിട്ടുണ്ട്. 5 മണിയായി. ഞാൻ കഴിച്ചോളി. 5 തോന്നുന്നു ഇത് കൊടുക്ക. ശരി, ഈ സമയത്തൊന്നും അത്ര ഒന്നും കഴിച്ച് ശീലമില്ലല്ലോ, അതുകൊണ്ട് കഴിക്കാൻ പറ്റുമെന്നുള്ള വലിയ ഇതൊന്നുമില്ല. നിങ്ങളൊന്ന് പറയണം, ഞങ്ങളെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ പറയണം. കാരണം ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. ഒരുത്തം കഴിഞ്ഞ ആഴ്ച നോമ്പെടുക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെ കച്ചറ ചെയ്യുന്നു, അന്നേരം എടുക്കാൻ പറ്റിയില്ല. അത് രാവിലെ 8 മണിക്ക് എണീറ്റ് വന്നിട്ടാ നോമ്പെടുക്കാന്ന് പറഞ്ഞത്. അതിനുശേഷം കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങിയെങ്കിലും എനിക്കൊരു കടത്തം കൊള്ളാത്ത പോലെ കേട്ടോ. അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയേക്കാം, എന്തായാലും നമ്മളൊരു നോമ്പെടുത്തതല്ലേ, ഒന്ന് വൃത്തിയാക്കി വെക്കാന്നൊക്കെ വിചാരിച്ച്. ആറിയിട്ടത് കുറേ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതപ്പോൾ അതെല്ലാം മടക്കി വെച്ച് നല്ലോണം കടക്കയും വിരിയെല്ലാം റെഡിയാക്കി. നമ്മളെ റൂമിൽ നിറയെ പൊടിയാണ്. ഇവിടെ റോഡിൻ്റെ അടുത്ത് ആയതിനെ കൊണ്ട് തന്നെ ദിവസവും ഒന്ന് അടിച്ചു വാരി തുടയ്ക്കുന്നതാണ് ബെറ്റർ. ദിവസവും ഞാൻ തുടച്ചില്ലെങ്കിലും ഒന്നരാടൻ എന്തായാലും തുടയ്ക്കും കേട്ടോ. അത്രയും പൊടിയായിരിക്കും. അപ്പോൾ ഒന്ന് അടിച്ചു വാരി നല്ലോണം അതിന് ശേഷം ഒന്ന് തുടച്ച്, അതേപോലെ തന്നെ നമുക്ക് അലക്കാനുണ്ടായിരുന്നേ, വിരി എല്ലാം എടുത്തിട്ട് അലക്കാന്ന് വിചാരിച്ച് കുറച്ച് അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ പണികളൊക്കെ കഴിച്ച് എല്ലാം ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് സൈഷേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നിങ്ങനെ വിചാരിച്ചിട്ടോ. പടച്ചോൻ്റെ കൃപ കൊണ്ടാന്ന് തോന്നുന്നു വലിയൊരു ക്ഷീണവും ഇല്ല കേട്ടോ. മക്കൾ എല്ലാവരും രാവിലെ ഉറങ്ങി. അതിനുശേഷം ഞാനും കുറച്ച് കിടന്നു. സതീഷേട്ടൻ ഒരു മീറ്റിങ്ങിന് പോകാനുണ്ടായിരുന്നേ പഞ്ചായത്തിൽ, അപ്പോൾ വന്നിട്ടില്ല. അപ്പൊ ഇവര് ഉറങ്ങുന്ന നേരം ഞാനും കുറച്ച് ഉറങ്ങി. പിന്നെ ഒരു 11 മണിയായപ്പോൾ കുഞ്ഞു സിദ്ധു, ദേവു ഉണർന്നില്ല, കുഞ്ഞു സിദ്ധു വന്നിട്ട് എന്നെ വിളിച്ചിട്ടോ, അമ്മേ എണീക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എണീക്കാന്ന്, കുറച്ച് നേരം നിങ്ങൾ കിടക്കുന്നൊക്കെ പറഞ്ഞു. ഒരു പിന്നെ കളിച്ചിട്ട് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ഓരങ്ങനെ ഉണർത്തിയ ശേഷം പിന്നെ എനിക്ക് ഉറങ്ങാനിട്ട് വന്നതുമില്ല. അപ്പോൾ പോയി നോക്കുമ്പോൾ 12 മണിയായി. 12 മണിയായാലും ഞാൻ വിചാരിച്ചു ഏതായാലും അലക്കാനുള്ള അടിച്ചെല്ലാം വാരി തുടയ്ക്കാന്ന്, ഒരു വൃത്തിയാക്കി വെക്കാന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു പേടി, ഇപ്പോൾ ഉണന്ന് ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്ക് വെള്ളത്തിന് ദാഹിക്കുമോ എന്നൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളത്തിന് ദാഹിച്ചാലോ, എൻ്റെ അമ്മോ എനിക്ക് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ എന്തോ പടച്ചോൻ്റെ കൃപ കൊണ്ട് എന്നറിയാം, ഒരു ക്ഷീണവും ഇല്ല. ഇതാ കണ്ടോ എൻ്റെ മോൻ കണ്ടില്ലേ, ഒരു ക്ഷീണമല്ലാലോ. ഉറങ്ങിയതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഫുഡ് ഇന്ന് കഴിക്കാത്തതിൻ്റെ ഒരു വെള്ളം കുടിക്കാത്തതിൻ്റെ ഒന്നുമില്ല. ഇപ്പം എനിക്ക് മനസ്സിലായേ ശരിക്കും ഇതാണ് ദൈവം. നമ്മളൊന്ന് കാര്യം ചിന്തിച്ചാൽ ദൈവം നമ്മളെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ശരിക്കും എത്രയും നമുക്ക് ആ സമയത്ത് അതിനുള്ളൊരു കരുത്തൂടെ ദൈവം തരുമല്ലോ, പടച്ചൻ തരും. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ വിചാരിച്ച എല്ലാ പണികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ
നമുക്ക് ഉച്ചക്കത്തേക്ക് വൈകുന്നേരത്തേക്കുള്ള പരിപാടികൾ നോക്കാം. അന്നേരം എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ള നോക്കാം. എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതും ഒരു സുഖമല്ലേ, അങ്ങനെ വിചാരിക്കുന്നത്. ഇപ്പം സൈജേടം വരണം, എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കും അതിൻ്റെ ഇടയ്ക്ക് കുളിയും ഇതും കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചാൽ ഒരുവിധം എല്ലാം ആയല്ലോ. നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ ഒന്ന്. പിന്നെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി ഉറങ്ങട്ടെ, മക്കൾ കുറച്ചുകൂടി ഉറങ്ങട്ടെ വിചാരിക്കുക. കാരണം നമുക്ക് അത്രയും ടൈം പോയിക്കിട്ടെ കുട്ടിക്കോട്ടെ. ചിലപ്പോൾ ഉണർന്ന് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്കൊരു വിശപ്പ് വരും. അപ്പം അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. ഭയങ്കര വെയില്. കുഞ്ഞുന് സിദ്ധു ഇതാ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഞ്ഞു ഇതേ പ്രശ്നം ഉണ്ടാ? ക്രിക്കറ്റ് കളിക്കട്ടെ. സമയം 2-2:30 ആവാനായി. എന്നാലും വലിയ ക്രിക്കറ്റ് കളിച്ചാലും ക്ഷീണം വരും. അതുകൊണ്ട് വെയിലത്ത് കളിക്കാൻ പോണ്ട. ഞാനും അങ്ങനെ തന്നെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോ സൈ ചേട്ടൻ വരണം, ബാക്കിയുള്ള കുറച്ച് സാധനം എല്ലാം വാങ്ങണം. എന്നിട്ട് നമുക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോണം. ഇനി എന്താ, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് കുറച്ച് സാധനം വാങ്ങാൻ പോകണം കേട്ടോ. അപ്പം ടൗണിലേക്ക് പോവാൻ. ബാക്കി കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നതും എന്താ എന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ചോറാടി ആക്കി വെച്ചിട്ടുണ്ട്, കുളി കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണല്ലോ. അപ്പം ഇനി കുറച്ച് സാധനം വാങ്ങി വരട്ടെ. ഇനി എന്താ എങ്ങനെയാ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമൊക്കെ കറക്റ്റിലൊക്കെ അറിഞ്ഞ് എല്ലാം സെറ്റാക്കാമല്ലോ. ജ്യൂസ് അടിക്കാനുള്ള മാങ്ങ വാങ്ങാനാട്ടോ ഞാൻ ഇങ്ങോട്ട് കാര്യമായിട്ട് വന്നേ. അപ്പോൾ മാങ്ങേൻ്റെ ജ്യൂസ് ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, കുറച്ച് ക്ഷീണം മാറുകയും ചെയ്യുമല്ലോ. പിന്നെ അത്യാവശ്യം തേങ്ങ അല്ലാത്ത പച്ചക്കറികളും ഒക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം കൂടെ ആ ഷോപ്പിലുള്ളതിനെ കൊണ്ട് തന്നെ എല്ലാം അവിടുന്ന് തന്നെ വാങ്ങി. മാങ്ങ വേണോ? നോമ്പ് തുറക്കലിന്റെ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു 2-3 ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഷോപ്പല്ല, ഇങ്ങനെയുള്ള തട്ടുകട പോലെ. ഇവിടെ ഹോട്ടലിന്റെ മുന്നിലാണ്, ഗായത്രി ഹോട്ടലിന്റെ. എന്റെ ദൈവമേ, ഇവിടെ എത്തിയപ്പം പിന്നെ കുറച്ച് കൺട്രോൾ പോയിട്ടോ. ഈ സമൂസേന്റെയും പഴംപൊരിന്റെയും എല്ലാം സ്മെല്ല് എല്ലാം കൂടെ പറയണ്ട. ആ സമയത്ത് മനസ്സിൽ വന്നപ്പം കുറച്ച് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഒരു ചിന്ത വന്നേ. അപ്പോഴത്തേക്കും പിന്നെ 5:50 ആയി. പിന്നെ നമ്മൾ അവിടുത്തെ തരിക്കഞ്ഞി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ടായിരുന്നു എവിടുന്നെങ്കിലും ഒന്ന് ഈ കഞ്ഞിയും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നോമ്പ് തുറക്കലിന്റെ ഒരു സുഖം ഉണ്ടാവും എന്ന് എനിക്കൊരു തോന്നൽ കേട്ടോ. കാരണം എപ്പോഴും നോമ്പ് തുറക്കുന്നതിൽ ആ കഞ്ഞിക്ക് ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. പിന്നെ വിളക്ക് കത്തിക്കുന്ന സമയമായി ഒരു 6:20 ആകുമ്പോൾ തന്നെ ഞാൻ വേഗം വിളക്ക് കത്തിച്ചിട്ടോ. പിന്നെ നമുക്ക് 6:40 ആവുമ്പോൾ നോമ്പ് തുറക്കണമല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ലോണം ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ടാട്ടോ നോമ്പ് തുറന്നത്. നല്ലൊരു സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്നിട്ടോ. കാരണം ദൈവം ഇത്രയും നേരം പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ തന്നല്ലോ. അപ്പൊ എന്തോ ഒരു മനസ്സിന് ഭയങ്കരമായിട്ടൊരു തൃപ്തിയായിട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ എന്തോ ഒരു നല്ല കാര്യം ചെയ്ത ഒരു മനസ്സന്തോഷം ഉണ്ടാവൂലേ, അതായിരുന്നു ശരിക്കും നോമ്പ് തുറക്കുമ്പോൾ ഒരു സുഖം. മുഹബത്ത് കാ സർബത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിദ്ധുവും വിജയകരമായി പൂർത്തിയാക്കി അല്ലേ? ദൈവം എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാണ്ടിങ്ങനെ രാവിലെ കഴിച്ചാൽ പിന്നെ കുറച്ച് പണിയെടുത്തപ്പോ അതുവരെ ഒരു കുഴപ്പമില്ല. പണിയെല്ലാം എടുത്ത് കഴിഞ്ഞ് കുളിച്ചപ്പാണ് ചെറുതായിട്ടൊന്ന് പിന്നെ വലിയ കുഴപ്പമൊന്നും അടിച്ചു വരി തുടച്ചോ കഴിഞ്ഞാലോ ഒരു ദാഹം വിശപ്പല്ല, നല്ല ചൂടല്ലേ ഒന്നാമത്. സിദ്ധു ഞാൻ ഫുള്ള് എടുത്തു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കളിച്ച് സാധാരണ നോമ്പുള്ള സമയത്ത് അങ്ങനെ കളിക്കൂല. ഇത് കഞ്ഞിയുടെ ടേസ്റ്റ് തരിക്കഞ്ഞി അറിയും. ഇതൊരു നോമ്പ് തുറ സ്പെഷ്യലാണ് തരിക്കഞ്ഞി. ഇതും കുടിക്കും ഈ നോമ്പ് തുറക്കുന്ന സമയത്ത്. ഇതിപ്പോ എടുക്കുന്ന സമയത്ത് തന്നെ സാധാരണ ഇതിപ്പോ ചില ആൾക്കാർ പറയും നമ്മള് നോമ്പ് തുറ വീഡിയോക്ക് വേണ്ടിയിട്ട് നോമ്പ് തുറ ആക്കിയത്. പക്ഷെ അതൊന്നുമല്ല, രാവിലെ എണീറ്റ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 100% സത്യസന്ധതയോടെ ചെയ്തതാണ്. മക്കളായാലും ഞാനായാലും സൈഷയുടെ മാത്രം എടുക്കാത്ത ഞാനത് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നല്ല രീതിയിൽ തന്നെ എന്താണെന്ന് അതിന്റെ ഒരു എന്താ പറയാ, നമുക്ക് ചെയ്യുന്നവര് അതിന്റെ ഒരു വില അറിയണം. കാരണം ഞാള് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു വെള്ളം കുടിച്ചാലൊന്നും നമുക്ക് ആരും അറിയാൻ പോകുന്നില്ല, പക്ഷെ പഠിച്ചോന്നറിയല്ലോ. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു മനസാക്ഷി എന്ന സംഭവത്തിനോട് നമുക്ക് വിഷമായിരിക്കും.
പിന്നെ അതേപോലെ തന്നെ അമ്മക്ക് എന്തോ പോലെ ആയിരിക്കും. ഇന്ന് ഞങ്ങളെ ആദ്യത്തെ നോമ്പ് എടുത്ത നോമ്പ് ദിവസത്തെ രാത്രിത്തെ ഫുഡാട്ടോ. പിന്നെ ഈ സ്നാക്സും ജ്യൂസും എല്ലാം കുടിച്ചതിനെ കൊണ്ട് തന്നെ വലിയൊരു വിശപ്പൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ. ഇപ്പൊ പൊറാട്ട ഉണ്ട്, ചിക്കൻ ഉണ്ട്. ചിക്കൻ ഇവിടെ ഞാൻ ഉണ്ടാക്കിയാണ്, പൊറാട്ട ഇവിടെ ഞാൻ ഉണ്ടാക്കിയതല്ല, ചിക്കൻ ഇവിടെ ഉണ്ടാക്കിയാണ്. പിന്നെ ചോറ് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചോറ് വെച്ചെന്ന്. അപ്പൊ ചോറ് കഴിക്കാത്തതിന്റെ ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ ആ മാറിക്കോട്ടെ വെച്ചിട്ട് ഒരാളാടുന്ന് ഇങ്ങനെ മിണ്ടാട് തിന്നുന്നുണ്ട് കേട്ടോ. അതാ മിണ്ടാത്തെ. ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി തന്നെ, പൊറോട്ട വേണ്ടാന്ന് പറഞ്ഞു, ചോറും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാള് ഫുഡ് കഴിക്കാൻ പോയി 9:40 കേട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മൾ ആദ്യത്തെ നോമ്പിന്റെ ഒരുപാട് ആൾക്കാർ നമ്മള് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ചെയ്യണ്ടേന്ന്, അതെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു ഐഡിയ അല്ലാണ്ട് തുടങ്ങിയതാണ്. പിന്നെ എന്താ എല്ലാ കാര്യത്തിനും ദൈവത്തിന്റെ ഒരനുഗ്രഹവും അതേപോലെ നിങ്ങളൊരു സപ്പോർട്ട് എല്ലാം ഉള്ളതിനെ കൊണ്ട് തന്നെ എല്ലാം ശുഭമായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ ചേട്ടാ. അപ്പൊ വീഡിയോ കാണുമ്പോ ലൈക്ക് ചെയ്യാം. അതെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബൈ.